ഹായ് ഫ്രണ്ട്സ്, ഞാൻ പ്രോമിയാണ്. അപ്പോൾ ടൈറ്റിൽ കണ്ട മാതിരി എൻ്റെ കൂടെ ഒരു റമദാൻ ദിവസമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് പേരൻസ് വീട്ടിലാണ്. അപ്പോൾ ഇവിടെ എനിക്ക് മാത്രമേ നോമ്പുള്ളൂ, കാരണം ഉപ്പാക്കും ഉമ്മാക്കും അത്യാവശ്യം മരുന്നുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ദിവസം ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ കിച്ചണിൽ വന്നപ്പോൾ ഉപ്പയും ഉമ്മയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇരുന്നാണ് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ പേരൻസിൻ്റെ വീട്ടിൽ ഇങ്ങനെ കിച്ചണിൽ ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബൈ ദ വേ അവരുടെ കിച്ചനെ കുറിച്ച് ഞാനൊരു വ്ളോഗ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി പണി പെൻഡിങ്ങിലായതുകൊണ്ടാണ് കേട്ടോ അത് ചെയ്യാത്തത്. അത് കഴിഞ്ഞിട്ട് ഞാനെല്ലാം ചെയ്യാം. അപ്പോൾ തലേന്ന് നോമ്പ് തുറക്കാൻ ഉപ്പാടെ സ്പെഷ്യൽ മജ്ബൂസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പണിയൊന്നുമില്ല, എനിക്ക് ജസ്റ്റ് അതൊന്ന് ചൂടാക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ രാവിലെ ഇപ്പോൾ കഴിക്കുന്നൊരു സംഭവമാണ് വിറ്റാമിൻ ബി കോംപ്ലക്സ് ആണ്. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ വഴിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടി, ഒരാഴ്ചക്കുള്ളിൽ തന്നെ കിട്ടി. അപ്പോൾ ഇതിപ്പോൾ ഒരു മോർണിംഗ് റുട്ടീനാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്ത് വന്നാലും അത്താഴം കഴിക്കുന്നതിന് മുമ്പ് ഇതങ്ങ് കഴിച്ചിട്ടാണ് ഞാൻ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കാണുന്നത് ബസിലിക്കാണ്. ബസിലിക് എന്ന് പറയുമ്പോൾ നമ്മുടെ തുളസിയുടെ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആ ഒരു ഫാമിലിയിൽ പെടുന്നൊരു സംഭവമാണ്. എന്ത് സ്മെല്ലാണെന്നറിയുമോ, നമുക്ക് വെറുതെ കഴിക്കാൻ തോന്നും. അപ്പോൾ ഈ ഒരു ഷൂട്ട് ചെയ്യുന്നത് ഞാൻ ഞായറാഴ്ച ആണെങ്കിൽ ഇത് ഇന്നലെ, അതായത് ശനിയാഴ്ച ഞാനും ഉപ്പയും പോയി ഷോപ്പിംഗ് ചെയ്ത കുറച്ച് സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ കിച്ചണിൽ വരുമ്പോൾ ഇത്രയും കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ രാവിലെ എന്ത് രസമാണെന്നറിയോ. ശരിക്കും ഒരു കണി കണ്ട പോലെയാണ്. അപ്പോൾ ആ ഒരു നേരം കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാൻ നല്ല രസം തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഇപ്പോൾ പകൽ സമയം കൂടുതലായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നോമ്പ് സമയം കൂടുതലാണ്. 4:50 തൊട്ട് രാത്രി 9:01 വരെയാണ്. അപ്പോൾ എല്ലാം നമുക്ക് സഹിക്കാം, വിശപ്പും ദാഹവും ഒക്കെ സഹിക്കാം. പക്ഷേ ഏറ്റവും പാടെന്ന് വെച്ചാൽ ഈ അത്താഴം കഴിഞ്ഞ് നിസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം കിട്ടാനാണ് ഏറ്റവും പാട്. അത് പിന്നെ ഒരു 6-6:30 വരെ ഇങ്ങനെ കണ്ണും തുറന്നിരിക്കേണ്ടി വരും. അതാണ് ഏറ്റവും വിഷമം. പോരാത്തിന് നല്ലൊരു ഉറക്കത്തിൻ്റെ സമയമാണ് നമ്മൾ എണീക്കുന്നതും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് എണീറ്റ് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഒരു തലവേദന ഉണ്ടാകും കൂടെ. ഇവിടെ ഇപ്പോൾ നല്ല സൂപ്പർ വെതറാണ്. അതായത് ഞാൻ ഈ ഒരു വ്ളോഗ് എടുക്കുന്ന ഒരു സമയം എന്തായാലും, കാരണം അടുത്ത ആഴ്ച ഇവിടെ നല്ല മഴയായിരിക്കും. അപ്പോൾ ഈ ഒരു കാഴ്ച എനിക്ക് കാണിക്കണം എന്ന് തോന്നി. രാവിലെ നല്ല വെയിലും ചെറിയൊരു തണുപ്പും ഒക്കെയാണ്, അതിലുപരി നല്ല നല്ല കൊച്ചു ശബ്ദങ്ങളുമാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് കേൾപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇത് സ്ട്രോബെറി ആകുമ്പോഴേ മണ്ണിൽ നട്ടിട്ട് വെക്കുമ്പോ ഈ പൂവൊക്കെ മണ്ണുമ്പോ വരുന്നത്. അപ്പൊ ഞാനിങ്ങനെ ചെയ്ത് നോക്കിയതാണ്, അറിയില്ല. മല്ലി എടുത്തിട്ട് അപ്പൊ അതിന്റെ പ്രാണിനെ പിടിക്കണതാണ്. എന്റെ കയ്യിലുള്ളത് ഈ ചെടിച്ചട്ടിയാണ്. ഉമ്മാക്ക് ഓർമ്മ വന്നില്ല. ഇത് മുകളുടെ അതിലാണ് അപ്പൊ പ്രാണി എന്താ ചെയ്തമ്മ? ആവണക്കണ്ണ എന്തെങ്കിലും ഒരു തേച്ച് വെക്ക. അവര് മഞ്ഞക്കെണീന്ന് പറഞ്ഞ് നാട്ടിൽ നിന്നൊരു ഇത് കണ്ടാണ്. വേണ്ട കണ്ട കറക്റ്റ് വരണുണ്ട്. മുളകിന്റെ നട്ട് നോക്കിയതാണ്. വന്നിട്ടുണ്ട്. അതൊക്കെ എവിടെ വെക്കുമോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ മോനെ ഒന്ന് പുറത്തിറക്കാമെന്ന് വിചാരിച്ചു. കാരണം പാവം കഴിഞ്ഞ മാർച്ച് 13 വീട്ടിൽ കയറിയതാണ്. ഇപ്പോഴാണ് പാവം ഒന്ന് പുറത്തൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ വലിയ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെ പറഞ്ഞതാണ്, നമുക്കൊന്ന് പുറത്തൊക്കെ പോകാമെന്നുള്ളത്. ഓരോത്തിനും നമുക്ക് ഇതുപോലെ ഒന്ന് പുറത്തിറങ്ങി നടക്കാനുള്ള പെർമിഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നോർമലി അടുത്ത മെയ് 11 വരെയാണ് ലോക്ക്ഡൗൺ. അത് കഴിഞ്ഞാൽ കണ്ടീഷൻസൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ 11-ന് ഇറങ്ങണമെങ്കിലും കണ്ടീഷൻസൊക്കെ ഉണ്ട്.
വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. കാരണം ഞാനിതിൽ അത്യാവശ്യം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ക്ഷമ ചോദിക്കുകയാണ്. വേറെ ഒന്നും കൂടെ അല്ല, നിങ്ങളുടെ ഒരുപാട് പ്രൈവറ്റ് മെസ്സേജിൽ ഒരു വലിയ കാര്യം ഇതായിരുന്നു, അടുത്ത ആരും ഇല്ലേ താമസിക്കാൻ, പേരൻസിൻ്റെ കൂടെയാണോ താമസിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ഞാൻ പേരൻസിൻ്റെ കൂടെയല്ല, പക്ഷേ ഞങ്ങളുടെ ബിൽഡിങ്ങുകൾ തമ്മിൽ അടുത്തടുത്താണ്, ഒരു വലിയ ഗ്യാപ്പൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച അത് ഈ ഒരു വ്ളോഗിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം ഞങ്ങളുടെ പരിസരങ്ങളും എന്തൊക്കെയാണ് ചുറ്റുപാടുകൾ, അല്ലെങ്കിൽ എത്രമാത്രം ഗ്യാപ്പുണ്ട് എന്നുള്ളതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാനൊരു മറ്റൊരു വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇൻ കേസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് മേലെ കൊടുക്കുന്നുണ്ട്. ആ ചൂണ്ടിക്കാണിക്കുന്ന ബിൽഡിങ്ങിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നടുവിൽ എന്താണെന്നുള്ളത് ഞാൻ മറ്റേ സജസ്റ്റ് ചെയ്ത വ്ളോഗിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല ഇവിടെ. അപ്പോൾ ഈ റോഡ് അത്യാവശ്യം നല്ല സേഫ്റ്റി ഉള്ളൊരു റോഡ് തന്നെയാണ്. ക്യാമറകളും അതുപോലെ തന്നെ ആ നേരെ കാണുന്ന ബിൽഡിങ്ങിൽ, ഇതായി കാണുന്ന ബിൽഡിങ്ങിലാണ് പോലീസ് സ്റ്റേഷനൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാം തന്നെ നമുക്ക് എന്താ ഒരു സേഫ്റ്റി ഫീൽ ചെയ്യുന്നൊരു ഏരിയ തന്നെയാണിത്. അപ്പോൾ ഞാൻ ഈ ഒരു പരിസരമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ പുതിയതായിട്ട് വന്ന ഒരുപാട് ബിൽഡിങ്സൊക്കെ ഉണ്ട്. ഈ ഒരു സ്റ്റേഡിയം ആദ്യമേ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒന്ന് പുതുക്കി പണിഞ്ഞതാണ്. പിന്നെ അവിടെ കാണുന്ന കുട്ടി ബിൽഡിങ്ങിൽ അതൊരു കൊച്ചു മക്ഡോ ആണ് കേട്ടോ. അതുമാത്രമേ ഉള്ളൂ പഴയതായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഈ പരിസരത്ത് അവർ ഒരുപാട് അത്തിമരം വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, വന്നു തുടങ്ങി. പിന്നെ ഒരു സ്റ്റേഡിയവും ജിമ്മും ഒക്കെ ഉണ്ട് ഈ പരിസരത്ത്. ഇപ്പോൾ എല്ലാം അടച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും. അപ്പോൾ എൻ്റെ ബിൽഡിങ്ങിലോട്ട് 2 ആക്സസ് ഉണ്ട്. ഒന്ന് കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ട്, അപ്പോൾ ഈ കാണുന്ന വഴിയാണ് അത്. അപ്പോൾ പൊതുവേ ഞാൻ ഇതിൽ കൂടിയാണ് എപ്പോഴും യാത്ര ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സൈഡ്, അതായത് ഫ്രണ്ട് സൈഡിലോട്ട് പോകുമ്പോൾ ഈ കാണുന്ന വഴിയെന്ന് വെച്ചാൽ മെട്രോയിലോട്ട് പോകാനൊക്കെ ഉള്ളൊരു വഴിയാണ്. അതുപോലെ മെയിൻ റോഡിലാണ് ശരിക്കും എൻ്റെ ബിൽഡിങ്ങിൻ്റെ മെയിൻ ആക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന കുട്ടി ഗേറ്റാണത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ മനസ്സിലായി കാണും. ഇങ്ങനെ നടന്നപ്പോഴാണ് ഓർത്തത് കുനാഫ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി നമുക്ക് പോകാം. അപ്പോൾ ഈ പരിസരം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഒരു 500 മീറ്റർ ഏകദേശം. ട്രാമെല്ലാം വന്ന് അതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ശരിക്കും ഒരു സ്റ്റോപ്പ് മുന്നിലോട്ട്, അതായത് നിങ്ങൾ നേരത്തെ കണ്ട ആ ട്രാമില്ലേ, അത് വന്ന് ഇവിടെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം കടകളും ഒക്കെ ഉണ്ട്. ഈ കാണുന്ന ഏരിയയിലാണ് ഒരു ഓപ്പൺ മാർക്കറ്റ് ഉള്ളത്. ആഴ്ചയിൽ 2 ദിവസം ഉണ്ടാകും, വ്യാഴവും അതുപോലെ ഞായറാഴ്ചയും. ഭയങ്കര തിരക്കായിരിക്കും. തുണി തൊട്ട് പച്ചക്കറി വരെയും എല്ലാം കിട്ടുന്നൊരു സ്ഥലമാണ്. അത്യാവശ്യം പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് ഇൻഷാ അല്ലാഹ് ഒരിക്കലും എപ്പോഴും കാണിക്കാം. അപ്പോൾ ഇതാ അവിടെ ഉള്ളൊരു കടയിൽ നിന്ന് വാങ്ങിച്ച ഐറ്റംസൊക്കെയാണ്. അപ്പോൾ എനിക്ക് കുനാഫയ്ക്കുള്ള ഐറ്റംസും അതുപോലെ മല്ലിയില അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം വാങ്ങിച്ചതിന് ശേഷം നമുക്ക് ഇനി വീട്ടിലോട്ട് പോകാം. അപ്പോൾ വീട്ടിൽ പോകുന്ന വഴിയിലാണ് മോൻ്റെ സ്കൂളുള്ളത്. അപ്പോൾ നമുക്ക് ആ പരിസരത്ത് കൂടി കാണാം. അപ്പോൾ ഈ വന്ന വഴിക്ക് നടുവിൽ തന്നെയായിരുന്നു കേട്ടോ മോൻ്റെ സ്കൂള്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്ന പരിസരമാണ് ഇതിൻ്റെ സ്കൂള്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 3 നില ബിൽഡിംഗ് ആണ് മോൻ്റെ സ്കൂള്. അപ്പോൾ ഇവിടെ ഒരു നോട്ടീസ് ഇട്ടിട്ടുണ്ടെന്ന് പറയണ്ടായിരുന്നു. കാരണം അടുത്ത മെയ് 11 തൊട്ട് 5th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്കൊക്കെ സ്കൂൾ ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഞാൻ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. എന്തെങ്കിലും ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ നോക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. കാരണം ഞാൻ എന്തായാലും മോനെ ആ ഒരു സമയത്ത് സ്കൂൾ വിടില്ല എന്നുള്ളത് തീരുമാനിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ജൂൺ 1st വീക്ക് എങ്ങാനൊക്കെ വിടാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ എൻ്റെ ഫ്ലാറ്റും പേരൻസിൻ്റെ ഫ്ലാറ്റും മോൻ്റെ സ്കൂളെന്ന് പറഞ്ഞതാ ഈ ഒരു എല്ലാ സംഭവം ഇവിടെയാണ് നടക്കുന്നത്. ഈ ഒരു റോഡിലാണ് വേണമെങ്കിൽ നടക്കുന്നത്. നേരെ കാണുന്ന റോഡാണ്. റോഡിൽ കൂടി പോയി കഴിഞ്ഞാൽ പേരൻസിൻ്റെ വീടെത്തി. അതുപോലെ തന്നെ എൻ്റെ ഫ്ലാറ്റ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടെന്നുള്ളത്.
അത് ഈ നേരെ കാണുന്ന സ്ട്രീറ്റാണ്. നേരത്തെ ഞാൻ കാണിച്ചെന്നല്ലേ ഒരു ജിമ്മൊക്കെ, അത് നേരെ കാണുന്ന ബിൽഡിംഗ് ആണ്. അപ്പോൾ എൻ്റെ ആ ഒരു ഗേറ്റ്, അതായത് പാർക്കിംഗ് ഗേറ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ കാണിക്കുന്ന ഒരു സ്ഥലത്തും കൂടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ മോൻ്റെ സ്കൂൾ എന്ന് പറയുന്നത് ഈ ഒരു റൈറ്റ് സൈഡിൽ ഒരു കുട്ടി വഴിയുണ്ട്, നേരത്തെ ഞാൻ കാണിച്ചെന്ന കുട്ടി വഴിയിൽ, അത് ആ ഒരു സ്ഥലത്താണ്. അപ്പോൾ എല്ലാം അടുത്താണോ ശരിക്കും പറഞ്ഞാൽ, അങ്ങനെ ഒരുപാട് ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു ഫീലിംഗ് ഒന്നും എനിക്കില്ല. വിളിക്കേക്കാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു റൂട്ടിലോട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വഴിയിൽ കൂടി നടന്നു പോയാൽ എത്തുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്രയും ഒരു ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ ഇതെനിക്ക് കാണിക്കണം തോന്നി. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂറോളം ഞങ്ങൾ പുറത്ത് സ്പെൻഡ് ചെയ്തു. അങ്ങനെ വീട്ടിലെത്തി പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അതിനുശേഷം ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു എന്താ പറയുക വീക്ക്ലി റുട്ടീൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ആഴ്ചയിൽ ഒരു വട്ടം അല്ലെങ്കിൽ 2 വട്ടം മാക്സിമം തല കഴുകുള്ളൂ. അങ്ങനെ കഴുകുകയാണെങ്കിൽ തന്നെ തലയിൽ എണ്ണയൊക്കെ തേച്ച് കുറേ നേരം ഞാനത് തലയിൽ വെക്കും, ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ വെക്കും. അതുപോലെ തന്നെ ഫേസിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ്, പിന്നെ ബോഡിക്കായിട്ട് അവോക്കാഡോ ഓയിലാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് തലയിൽ എണ്ണയൊക്കെ തേച്ചതിന് ശേഷം ഞാൻ കിച്ചണിലോട്ട് പോയി. അപ്പോൾ അവിടെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു, ഉമ്മയുടെ വക കുക്കിങ്ങും ഉപ്പാടെ വക കുക്കിങ്ങും ഒക്കെ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മെയിനായിട്ട് ഉപ്പാടെ ഒരു കുക്കിംഗ് ആണ്. അപ്പോൾ ഉപ്പ ഇന്ന് രാവിലെ ഒരു സൂപ്പും അതുപോലെ തന്നെ കൊഫ്തയാണ് ഉണ്ടാക്കുന്നത്. ഉമ്മ പിന്നെ വേറെ 2 ഐറ്റംസാണ്, അത് ഞാൻ വേറെ വ്ളോഗിൽ കാണിക്കാം കേട്ടോ. അപ്പം നമുക്ക് റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ്, പ്രത്യേകിച്ച് ഈ റമദാൻ മാസത്തിലാണെങ്കിൽ. അപ്പോൾ ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങളൊന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ഇവിടെ ക്വാണ്ടിറ്റി ഞാൻ കൊടുക്കുന്നില്ല, അത് നിങ്ങൾക്കനുസരിച്ച്. ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് മാത്രമേ മീറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് ഹെർബ്സ് ഇടുകയാണെങ്കിലും അതിൻ്റെ ഇല മാത്രം ഇടാൻ പാടുള്ളൂ, തണ്ടിടരുത്. കാരണം അത് സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് പിന്നെ നമ്മളൊരു പാത്രത്തിലോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് ഒന്നും കൂടി കൈകൊണ്ട് തന്നെ നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മളൊന്ന് ഒരു ഒലിവ് ഓയിൽ കുറച്ച് ചേർക്കുന്നത്. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു 1 സ്പൂൺ എങ്ങാണ്ടും ആയിരിക്കും ഉപ്പിട്ടത്. അപ്പോൾ അത് നിങ്ങൾക്കനുസരിച്ചാണ്. അപ്പോൾ എന്ത് വന്നാലും ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഓയിലുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പിന്നീട് നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സാധനങ്ങൾ വേറൊന്നുമല്ല, ഇവിടെ വെജിറ്റബിൾ ഓയിലും അതുപോലെ തന്നെ ഈ കാണുന്ന ഈ പരുവത്തിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആണ് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ തടിയാണ് ഉപ്പ് ഇവിടെ യൂസ് ചെയ്യുന്നത്, കാരണം അതിൽ ഓയിൽ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്യാൻ എളുപ്പമാണ്, അതിൽ നിന്ന് എടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ബാക്കി സ്റ്റെപ്പ് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ.
ഈ ഒരു റമദാൻ മാസത്തിൽ ഒരു പക്ഷേ നമുക്ക് പറ്റിയൊരു സംഭവം തന്നെയാണ് ഈ ഒരു കാര്യം. അതല്ലാതെ തന്നെ നമ്മൾക്ക് ഇനി വേണമെങ്കിൽ കുറച്ചധികം ഉണ്ടാക്കിയിട്ട് ഫ്രീസറിലും വെക്കാം. പോരാത്തിന് ഇതിന് ഒരുപാട് ഓയിലൊന്നും പിന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി ഇതിൽ ഓയിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറബിക് ഫുഡ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഉപ്പ അത്യാവശ്യം നല്ല ഫുഡൊക്കെ അറബിക് ഫുഡ് ഉണ്ടാക്കുന്നതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, തലേന്ന് എനിക്ക് മച്ചുബൂസ് ഉണ്ടാക്കി തന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഉപ്പാടെ മച്ചുബൂസ് ഇതുവരെ ടേസ്റ്റ് ചെയ്തവരൊക്കെ മാഷാഅല്ലാഹ് നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ ഉപ്പാക്ക് ഒരു ഭയങ്കര ഓർഗനൈസേഷനാണ് കിച്ചണിൽ ഇതെല്ലാം ചെയ്യുമ്പോൾ. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളൊരു വ്ളോഗ് എന്തായാലും വരുന്നതായിരിക്കും, ഉമ്മാടെയും റെസിപ്പീസായിട്ടൊക്കെ. അപ്പോൾ മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലും അമർത്താൻ മറക്കരുത്. അങ്ങനെ നോമ്പെല്ലാം തുറന്ന് അതുപോലെ നിസ്കരിച്ചതിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയി. കാരണം പിറ്റേ ദിവസം ജോലിയുള്ളതാണല്ലോ. അതുപോലെ തന്നെ ചെടിയൊക്കെ വാടും. അപ്പോൾ അതെല്ലാം കൊണ്ട് ഞാൻ വീട്ടിലൊക്കെ പോയി. പിന്നെ പർച്ചേസ് ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം തിരിച്ച് ഫ്രിഡ്ജിൽ വെക്കേണ്ടതും ബോക്സിൽ വെക്കേണ്ടതും ഒക്കെ വെച്ച് ചെടിക്കൊക്കെ വെള്ളം കൊടുത്ത് എല്ലാം ചെയ്തതിന് ശേഷമാണ് അപ്പോഴത്തേക്കും ഒരു സമയമായി. പിന്നെ ഒരു ഇഷ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കിടക്കുമ്പോഴത്തേക്കും ഒരു പരിവാകും. പിന്നെ പെട്ടെന്ന് ഉറങ്ങാനും പറ്റില്ല, കാരണം ഇത്രയും നേരം നമ്മൾ നോമ്പെടുത്ത് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ പെട്ടെന്നൊന്നും ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഈ ഒരു നോമ്പ് ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇത് പാരൻസ് വീട്ടിലാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം എൻ്റെ വീട്ടിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതുവരെയും ഹെൽത്തി ആയിട്ടിരിക്കുക. റമദാൻ കരീം എല്ലാവർക്കും ഒരിക്കൽ കൂടി. അതുപോലെ എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ സീ യു സൂൺ, ടേക്ക് കെയർ, ബൈ.